രാധേ രാധേ. ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട 5 രാധാമാധവ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. സാധാരണ ക്ഷേത്രങ്ങൾ എപ്പോഴും ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് നിർമ്മിക്കുന്നത്. അതിൻ്റേതായ ഒരു വാസ്തുവിദ്യയുണ്ട്. ആ സ്റ്റൈലിലാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ ഗുരുവായൂർ അമ്പലം, പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, പിന്നെ മൂകാംബിക ക്ഷേത്രം, ഇതൊക്കെ ഈ ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. വാസ്തുവിദ്യാപരമായി ആ ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ രാധാമാധവ ക്ഷേത്രവും ദക്ഷിണ ഭാരതത്തിൽ ഇല്ല എന്ന സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പിന്നെ ദക്ഷിണ ഭാരതത്തിലെ രാധാമാധവ ക്ഷേത്രം എന്ന് പറയുന്നത് രാധാകൃഷ്ണ വിഗ്രഹങ്ങൾ ചേർത്ത് ആ രാധാകൃഷ്ണ വിഗ്രഹങ്ങൾ വെച്ച് പൂജിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ക്ഷേത്രം, ഞാൻ കൊല്ലത്ത് താമസിക്കുന്നത് കൊണ്ട് എനിക്കല്പം സന്തോഷവും അഭിമാനത്തോടും കൂടി ആദ്യം ഞാൻ അത് തന്നെ പറയുകയാണ്. കൊല്ലത്തുള്ള രാധാമാധവ ക്ഷേത്രമുണ്ട്. അത് ആലഞ്ചേരിയിലാണ്. കൊല്ലത്ത് ആലഞ്ചേരിയിലുള്ള രാധാമാധവ ക്ഷേത്രമാണ്. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്നത് പോണ്ടിച്ചേരിയിലുള്ള രാധാമാധവ ക്ഷേത്രമാണ്. പോണ്ടിച്ചേരിയിലുള്ള രാധാമാധവ ക്ഷേത്രമാണ്. പിന്നെ ബാംഗ്ലൂരുള്ള ഇസ്കോണിൻ്റെ വകയായിട്ടുള്ള രാധാമാധവ ക്ഷേത്രമുണ്ട്. അതേ കണക്ക് തന്നെ സെക്കന്ദരാബാദ്, തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ അഷ്ടസഖി രാധാമാധവ ക്ഷേത്രമുണ്ട്. അതേ കണക്ക് തന്നെ ഹൈദരാബാദിൽ രാധാമാധവ ക്ഷേത്രമുണ്ട്. അത് ശ്രീ രാധാ മദന മോഹന ക്ഷേത്രം എന്നാണ് അതിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഇതിൽ പലതും ഇസ്കോണിൻ്റെ ടെമ്പിളുകളാണെന്ന് അറിയുക. അതേപോലെ വൈറ്റ് ഫീൽഡിൽ ഒരെണ്ണമുണ്ട് രാധാമാധവ ക്ഷേത്രം. പക്ഷേ ഞാൻ 5 നിർത്തിയതിൻ്റെ കാരണം അവിടെ രാധാമാധവൻ്റെ കൂടെ രുക്മിണിയുടേതും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ദക്ഷിണ ഭാരതത്തിൽ നമ്മുടെ ഗുരുവായൂരും പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ, അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ വാസ്തുവിദ്യാ പ്രകാരം ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ ഒറ്റ രാധാമാധവ ക്ഷേത്രവും ദക്ഷിണ ഭാരതത്തിൽ ഇല്ല. ദക്ഷിണ ഭാരതത്തിലുള്ള പ്രധാനപ്പെട്ട 5 രാധാമാധവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഇവിടെയൊക്കെ സന്ദർശനം നടത്തുക.